നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം പതാക ദിനം ആചരിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കൂടുതൽ ഗ്രാൻഡാകും. കാലികളെ പിടിച്ചുകെട്ടാൻ ജീവനക്കാരില്ല. പാലക്കാട് നഗരത്തിൽ പദ്ധതി അനിശ്ചിതാവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പാലക്കാട്ടേക്ക് താറാവ് കൂട്ടങ്ങൾ എത്താറുണ്ട്. പക്ഷിപ്പനി ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദ്രുതകർമ്മസേനയെ വിവരമറിയിക്കാനും സാമ്പിൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയക്കാനും നിർദ്ദേശമുണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇൻചാർജും മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ C. സുധീർ ബാബു പറഞ്ഞു. ഇൻഫ്ലുവൻസ എ വൈറസ് മൂലമുണ്ടാകുന്ന പക്ഷിരോഗമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ പക്ഷിപ്പനി. പലപ്പോഴും പ്രത്യേക രോഗലക്ഷണങ്ങൾ ഇല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന കൂട്ടമരണമാണ് പക്ഷിപ്പനിയുടെ പ്രധാന ലക്ഷണം. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയും ചെയ്യുന്നതിനാൽ ഇത്തവണ ജില്ലയിലേക്ക് താറാവ് കൂട്ടങ്ങൾ അടക്കം എത്തുന്നതിനുള്ള സാധ്യത കുറവാണ്. നിലവിൽ പാലക്കാട് ജില്ലയിൽ എവിടെയും രോഗസാധ്യത കണ്ടെത്തിയിട്ടില്ലെന്നും ഡോക്ടർ സുധീർ ബാബു പറഞ്ഞു. കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. NGO യൂണിയൻ സിന്ദാബാദ്. NGO യൂണിയൻ സിന്ദാബാദ്. NGO യൂണിയൻ സിന്ദാബാദ്. 61ാം സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. 61ാം സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. രക്തപതാക തണലിൽ വരും. രക്തപതാക തണലിൽ വളരും. വർഗവികാരം സിന്ദാബാദ്. ഏരിയ പ്രസിഡന്റ് ഷിയാദ് S. പതാക ഉയർത്തി. തുടർന്ന് ജില്ലാ ട്രഷറർ M. പ്രസാദ് അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. ഏരിയ സെക്രട്ടറി സഹദേവൻ സ്വാഗതവും ഗിരീഷ് ശങ്കർ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കൂടുതൽ ഗ്രാൻഡാകുന്നു. നിലവിലെ സ്ലാബ് രീതി മാറ്റി ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 6 രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിന് പുറമെ പാലിനും മുട്ടയ്ക്കുമായി 232.14 കോടി രൂപയും വകയിരുത്തി. ഇതോടെ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസം 10.32 രൂപയും അപ്പർ പ്രൈമറി സ്കൂളിൽ 12.49 രൂപയും ലഭിക്കും. ഇതോടെ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് ഏറ്റവും ഉയർന്ന തുക നൽകുന്ന സംസ്ഥാനമായും കേരളം മാറും. പ്രൈമറി സ്കൂളുകളിൽ ആദ്യം 150 കുട്ടികൾക്ക് 8 രൂപയും 151 മുതൽ 500 വരെയുള്ള കുട്ടികൾക്ക് 7 രൂപയും 500ന് മുകളിലുള്ളവർക്ക് 6 രൂപയുമാണ് നൽകിയിരുന്നത്. മുട്ടയും പാലിന്റെയും തുകയടക്കമായിരുന്നു ഇത്. നിലവിൽ മുഴുവൻ കുട്ടികൾക്ക് 6 രൂപയ്ക്ക് പുറമെ മുട്ടയുടെയും പാലിന്റെയും തുക കൂടി ലഭിക്കും. മുട്ടയ്ക്ക് 6 രൂപയും 1 ലിറ്റർ പാലിന് 52 രൂപയും കണക്കാക്കിയാണ് പണം നൽകുന്നത്. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും 1 ദിവസം പാലുമാണ് നൽകുന്നത്. ഒരു കുട്ടിക്ക് 5.45 രൂപ നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം. ഇതിന്റെ 60% കേന്ദ്രം നൽകൂ. ഇത് ഏകീകരിച്ചാണ് സംസ്ഥാന തുക ഉയർത്തിയത്. അപ്പർ പ്രൈമറി വിഭാഗത്തിലുള്ളവർക്ക് കേന്ദ്രം നിർദ്ദേശിച്ച പ്രകാരം 8.17 രൂപയാണ് നിലവിൽ നൽകുന്നത്. ഇവർക്കും മുട്ടയുടെയും പാലിന്റെയും തുക സർക്കാർ നൽകും. കാലികളെ പിടിച്ചുകെട്ടാൻ ജീവനക്കാരില്ല. പദ്ധതി പാതി വഴിയിൽ. പാലക്കാട് പട്ടണത്തിലെ തിരക്കേറിയ റോഡുകളിൽ പകലും രാത്രിയും ഒരുപോലെ കന്നുകാലികൾ അലഞ്ഞു നടക്കുമ്പോഴും ഇവയെ പിടിച്ചുകെട്ടാൻ വഴിയില്ല. കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് നഗരസഭ നേരിടുന്ന പ്രതിസന്ധി. അലയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുകയും പിഴയടച്ചാൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന പദ്ധതി നഗരസഭ തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ നിലച്ചു. കന്നുകാലികളെ പിടിച്ചുകെട്ടാൻ പാലക്കാട് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെയാണ് നിയോഗിച്ചിരുന്നത്. പിടിച്ചുകെട്ടുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതിനായി പ്രത്യേക പരിശീലനമുള്ളവരെ നിയോഗിച്ചാലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. തൃത്താല മണ്ഡലത്തിന് ഇനി ഫിറ്റ്നസ് പവർ. 4 ഓപ്പൺ ജിം. തൃത്താല മണ്ഡലത്തിൽ ഇനി ഫിറ്റ്നസ് പവർ. ആരോഗ്യ പരിപാലനത്തിനായി മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം ഒരുങ്ങുന്നു. മന്ത്രി MP രാജേഷിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ ചാലിശ്ശേരി, നാഗലശ്ശേരി, പട്ടിത്തറ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലാണ് ജിം വരുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. ചാലിശ്ശേരി അങ്ങാടിയിൽ ഹൈസ്കൂൾ പാതയോരത്ത് GCC ക്ലബിനു സമീപം പഞ്ചായത്ത് നൽകിയ സ്ഥലത്താണ് ഓപ്പൺ ജിം ഒരുങ്ങുന്നത്. ഇവിടെ ഓപ്പൺ ജിം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നിലത്ത് ഇഷ്ടിക വിരിക്കൽ, ചുറ്റും ഇരുമ്പുനെറ്റ് കെട്ടി സുരക്ഷിതമാക്കൽ എന്നിവ പൂർത്തിയായി. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിമ്മാണ് ആദ്യം പ്രവർത്തന സജ്ജമാകുക. ഈ മാസം അവസാനം മന്ത്രി MP രാജേഷ് ഓപ്പൺ ജിം നാടിന് സമർപ്പിക്കും. പട്ടിത്തറ പഞ്ചായത്തിൽ ആലൂർ കരുണപ്ര കുന്നിലെ സ്റ്റേഡിയത്തിനു സമീപമാണ് ഓപ്പൺ ജിം വരുന്നത്.
ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ MP രാജേഷ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഓപ്പൺ ജിം പദ്ധതി. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം. സ്ഥലം ലഭ്യമാക്കിയ 4 പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കുക. ഇതിനായി ഫണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. ഓപ്പൺ ജിം പ്രവർത്തനം സജ്ജമാകുന്നതോടെ പൊതുജനങ്ങൾക്ക് തുറന്ന സ്ഥലത്ത് സൗജന്യമായി വ്യായാമം ചെയ്യാം. സർക്കാർ വകുപ്പുകൾക്ക് കീഴിലെ പൊളിക്കേണ്ട വാഹനങ്ങളുടെ കണക്കെടുക്കാനും വില നിശ്ചയിക്കാനും മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവ്. സർക്കാർ വാഹനങ്ങൾക്കൊപ്പം വിവിധ കുറ്റകൃത്യങ്ങളിൽ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, എക്സൈസ്, ഫോറസ്റ്റ് വകുപ്പുകൾ പിടികൂടിയതിൽ അവകാശികളില്ലാത്ത വാഹനങ്ങൾ എന്നിവയടക്കം അടിസ്ഥാന വില നിശ്ചയിക്കാനും ഇവ കൂട്ടത്തോടെ വിറ്റൊഴിക്കാനുമാണ് തീരുമാനം. നിലവിൽ സർക്കാർ വാഹനങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം പൊതുമരാമത്ത് വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്കാണ്. ഇവരെ മാത്രം നിയോഗിക്കുന്നത് കാലതാമസം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ അധികാരം മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നൽകി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് 15,000-ഓളം വാഹനങ്ങൾ ഈ ഗണത്തിലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ 6,000-ഓളം പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടവയാണ്. 15 വർഷത്തിലേറെ പഴക്കമുള്ള KSRTCയുടെ 4,714 ബസ്സുകളും പൊളിക്കൽ കാത്തുകിടക്കുകയാണ്. നിലവിലെ പൊളിക്കൽ നിയമപ്രകാരം സർക്കാർ വാഹനങ്ങൾക്ക് മാത്രമാണ് 15 വർഷ നിബന്ധനയുള്ളത്. ഈ കാലാവധി തീരും മുമ്പ് ലേലം ചെയ്താൽ വാങ്ങുന്ന സ്വകാര്യ വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി ഉപയോഗിക്കാനാകും. ഈ ലക്ഷ്യം കൂടി വില നിർണയ ദൗത്യത്തിനുണ്ട്. നിലവിൽ ഇരുമ്പ് വില മാത്രമാണ് 15 വർഷം കഴിയാത്ത വാഹനങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി കരിമ്പുഴ സ്വദേശി മരിച്ചു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം. മൃതദേഹത്തിൽ നിന്നും ലഭിച്ച തിരിച്ചറിയൽ കാർഡിൽ നിന്നുള്ള വിവരങ്ങൾക്കനുസരിച്ചാണ് മരിച്ചത് കരിമ്പുഴ സ്വദേശി C. വേലായുധനാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം ട്രാക്കിൽ കണ്ടത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. 2 ദിവസം മുൻപ് ഇദ്ദേഹത്തെ കാണുവാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. യാത്രികർക്ക് ആശ്വാസത്തിന്റെ പച്ചത്തുരുത്ത് നൽകുകയാണ് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും ആർഷഭാരത് സന്നദ്ധ സംഘടനയുടെ ചെയർമാനുമായ MM അഗസ്റ്റിൻ. മേപ്പാടി അമ്പലവയൽ പാതയിൽ യാത്ര ചെയ്ത് നത്തംകുനിയിലെത്തിയാൽ അല്പം നിന്നുപോകും. അവിടെ മിനി ഊട്ടിയുടെ പ്രതീതി ഉളവാകും. ആർഷഭാരത് വർഷങ്ങളായി പരിപാലിക്കുന്ന വഴിയോര വനമേഖലയാണ് ഈ പ്രദേശം. ഈ മേഖലയുടെ ഒരു വശമായ കാരാപ്പുഴ അണക്കെട്ടും ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാം. അമ്പലവയലിൽ നിന്ന് നെല്ലാറച്ചാൽ വഴി മേപ്പാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും ഇടതൂർന്ന മുളങ്കൂട്ടങ്ങൾ കാണാം. 2012 മുതൽ MM അഗസ്റ്റിനും ആർഷഭാരത് എന്ന സന്നദ്ധ സംഘടനയും നാട്ടുകാരുടെ സഹകരണത്തോടെ പരിപാലിക്കുന്നവയാണ് മുളങ്കൂട്ടങ്ങൾ. പലപ്പോഴായി നട്ടുപിടിപ്പിച്ച വിവിധ ഇനം മുളകൾ തണൽ വിരിച്ചു നിൽക്കുന്നു. കാരാപ്പുഴ ഡാമിന്റെ വേറിട്ട കാഴ്ചകൾ കാണാനും നെല്ലറച്ചാൽ വ്യൂ പോയിന്റിലേക്കും ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇവിടുത്തെ പാത ആധുനിക രീതിയിൽ നവീകരിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണവും കൂടി. കാരാപ്പുഴ ഡാമിന്റെ കാഴ്ച ആസ്വദിക്കാവുന്ന നെല്ലാറച്ചാൽ മുതൽ നത്തംകുനി വരെയുള്ള പാതയോരങ്ങളിൽ 100 കണക്കിന് മരങ്ങളാണ് തണൽ വിരിച്ചു നിൽക്കുന്നത്. മുളകൾ നശിപ്പിക്കാതെയും മാലിന്യങ്ങൾ വന്നു നിറയാതെയും ഇവിടം പരിപാലിക്കുന്നത് പ്രദേശവാസികളാണ്. മുളൻ തൈകൾ നട്ടപ്പോൾ മുതൽ ആർഷഭാരതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതും ഇവരാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ഹരിത വിപ്ലവം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആർഷഭാരത്. പുറംപോക്ക് ഭൂമി, തരിശുനിലങ്ങൾ എന്നിവ പ്രകൃതി സൗഹൃദമാക്കുക എന്ന ആശയമാണ് തങ്ങൾ നടപ്പാക്കുന്നതെന്ന് ആർഷഭാരത് ചെയർമാൻ MM അഗസ്റ്റിൻ പറഞ്ഞു. പ്രകൃതി സംരക്ഷകൻ മാത്രമല്ല, സാമൂഹ്യ സാക്ഷരതാ പ്രവർത്തകൻ കൂടിയാണ് അഗസ്റ്റിൻ. കാൻഫെഡിന്റെ പഴയകാല സജീവ പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം.
ആർഷഭാരത് എന്ന സ്ഥാപനം സാമൂഹ്യ പ്രവർത്തന കേന്ദ്രമാണ്. അട്ടപ്പാടി ചുരത്തിൽ ഉണങ്ങിയവ ഉൾപ്പെടെയുള്ള മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി. 9ാം വളവിലാണ് 2 മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത്. 9ാം വളവിൽ തിരിഞ്ഞു കയറുമ്പോൾ ഇടതുഭാഗത്ത് 2 വലിയ മരങ്ങൾ ഉണങ്ങിയാണ് നിൽക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് അപകടക്കെണിയായി ഇവ നിൽക്കുന്നത്. അട്ടപ്പാടിയിൽ മരം വീണ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ്. ഉണങ്ങിയ മരങ്ങൾ മാത്രമല്ല, ചുരം റോഡിന്റെ വശങ്ങളിലെല്ലാം വീഴാറായ മരങ്ങളുമുണ്ട്. പാറക്കെട്ടുകൾക്കിടയിൽ നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങാത്തതിനാൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. മരം വീഴുന്നതോടൊപ്പം സമീപത്തെ പാറകളും റോഡിലേക്ക് വീഴുന്ന സ്ഥിതിയും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം 6ാം വളവിൽ മരം കടപൊഴുകിയതിനെ തുടർന്നാണ് പാറ റോഡിൽ വീണത്. യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയോ കൊമ്പുകൾ വെട്ടി ഒഴിവാക്കുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കനത്ത മഴയിൽ അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്ക് അടിയന്തര സഹായം ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന വരുന്നു. ഓരോ ജില്ലയിലും ചീഫ് വെറ്റിനറി ഓഫീസർ, നോഡൽ ഓഫീസർ ആയിട്ടുള്ള 3 ഡോക്ടർമാരടങ്ങുന്ന സേനയാണ് രൂപവൽക്കരിക്കുന്നത്. വെള്ളപ്പൊക്കമുണ്ടായാൽ മിണ്ടാപ്രാണികളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനും പൊതുജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാനുമായി ജില്ലാതലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ആരംഭിച്ചു. കൺട്രോൾ റൂമുകളിൽ പരാതി അറിയിക്കുന്നവരുടെ പ്രദേശത്തുള്ള ബ്ലോക്ക് തല സീനിയർ വെറ്റിനറി ഡോക്ടറുടെയും പഞ്ചായത്ത് തലത്തിലെ 2 വെറ്റിനറി ഡോക്ടർമാരുടെയും 2 ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിലാണ് സഹായം എത്തിക്കുക. പശു, ആട്, പോത്ത്, പന്നി, കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കെല്ലാം സഹായം ഉറപ്പാക്കും. അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ താൽക്കാലിക ക്യാമ്പുകൾ ആരംഭിക്കും. ക്ഷീര സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തും. തൊഴുത്തുകൾ ഉൾപ്പെടെ സ്ഥാപിക്കാൻ ആവശ്യമായ വലിയ ഇടങ്ങളാവും കണ്ടെത്തുക. മഴക്കെടുതിയിൽ വളർത്തുമൃഗങ്ങൾ ചാവുകയോ തൊഴുത്തിനുൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഉടമകൾ ഉടൻ മൃഗസംരക്ഷണ വകുപ്പിൽ അറിയിക്കണം. ചത്ത മൃഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ സാമ്പത്തിക സഹായം അനുവദിക്കൂ. അതിനാൽ മണ്ണിൽ കുഴിച്ചിട്ട ശേഷം വിവരം അറിയിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിട്ടേക്കാമെന്ന് പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ സുധീർ ബാബു അറിയിച്ചു. തൊഴുത്തിനുൾപ്പെടെയുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾക്കും മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടണം. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കൊടുവായൂർ GBLP സ്കൂൾ വിദ്യാലയത്തിലെ സഞ്ജയ് കൃഷ്ണ, മുഹമ്മദ് റെഹാൻ എന്നിവരെ അനുമോദിച്ചു. ഇവർ കാണിച്ച സത്യസന്ധതയ്ക്കാണ് അംഗീകാരം നൽകിയത്. സ്കൂൾ കോമ്പൗണ്ടിൽ കളഞ്ഞു കിട്ടിയ 500 രൂപ നോട്ട് അധ്യാപകരെ ഏൽപ്പിച്ചാണ് മാതൃകയായത്. 3ാം തരം വിദ്യാർത്ഥിനി കൃതു കൊണ്ടുവന്ന ഓട്ടോ ഫീസ് തുകയാണ് നഷ്ടപ്പെട്ടത്. പ്രധാനാധ്യാപകൻ S മുരുകവേൽ കൃത്തുവിനെ തുക കൈമാറി. 4ാം തരം വിദ്യാർത്ഥികളാണ് സഞ്ജനയും റൈഹാനും. അവർക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. കമാന്തര ജംഗ്ഷനിൽ നിന്ന് ടൗണിലേക്കുള്ള ഇടവഴിയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നു. ക്ലീൻ വടക്കഞ്ചേരി പദ്ധതിയിൽ പെടുത്തി മാലിന്യം നീക്കം ചെയ്ത് പരിസ്ഥിതി സൗഹൃദമാക്കിയ പ്രദേശത്താണ് മാസങ്ങൾക്കുള്ളിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നത്. മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ, വീഡിയോ പഞ്ചായത്തിൽ നൽകുന്നവർക്ക് 2500 രൂപ പാരിതോഷികം നൽകുമെന്ന് പഞ്ചായത്ത് വലിയ ബോർഡ് വെച്ചതിന് സമീപമാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. മഴ ശക്തമായതോടെ മാലിന്യങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികൾ പെരുകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഇതിനു പുറമെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപവും കിഴക്കഞ്ചേരി റോഡിലും ചെറുപുഷ്പം LP സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും നായർതറയിലും മാലിന്യ നിക്ഷേപം വ്യാപകമാണ്. ദേശീയപാതയുടെ ഇരുവശത്തും മാലിന്യം വലിച്ചെറിയുന്നത് വർദ്ധിച്ചു. ഹോട്ടലുകളിൽ നിന്ന് മാസത്തിൽ
ഒരു ദിവസം മാത്രം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ എടുക്കുന്നത് മൂലം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായി ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. ടൗണിൽ അജൈവ മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുകയാണ്. ഇവ സമയത്ത് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. രാത്രിയുടെ മറവിൽ ദേശീയപാതയോരത്ത് വ്യാപകമായി മൃഗാവശിഷ്ടങ്ങളും കോഴി മാലിന്യങ്ങളും തള്ളുന്നതും വർദ്ധിച്ചു. വിവിധ സ്ഥലങ്ങളിൽ രാത്രിയിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായി. മാലിന്യങ്ങൾക്കരികിൽ തെരുവ് നായ്ക്കളുടെ ഉപദ്രവമുണ്ട്. അതേസമയം ഗ്രാമപഞ്ചായത്തിലെ കുറുവത്ത് കോളനിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു. ക്ലീൻ വടക്കഞ്ചേരി പദ്ധതിയുടെ ഭാഗമായി അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്രവൃത്തികൾ ഊർജിതമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഒരു വർഷമായി നടക്കുന്ന ഭാരതപ്പുഴ റെയിൽപാല നവീകരണവും ശക്തിപ്പെടുത്തലും പൂർത്തിയായതിനൊപ്പം പാലക്കാട് ഡിവിഷനിലെ ട്രാക്കുകളുടെ പുതുക്കൽ 80% കഴിഞ്ഞു. പാലത്തിന്റെ മുഴുവൻ ഗർഡറുകളും ട്രാക്കും പൂർണ്ണമായി മാറ്റി. പാലത്തിനരികിലൂടെ ട്രോളി കൊണ്ടുപോകാൻ പാകത്തിൽ നടപ്പാത നിർമ്മിക്കൽ ജോലിയാണ് ഇനി ബാക്കിയുള്ളത്. ഇത് പിന്നീട് നടത്തും. മംഗളൂരു നേത്രാവതി പാലത്തിനു സമീപത്തെ 2 വരി അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഡിവിഷനിൽ മൊത്തം 500 കോടി രൂപയുടെ ട്രാക്ക് സുരക്ഷാ ജോലികൾ ഇതിനകം പൂർത്തിയാക്കിയതായി അധികൃതർ പറഞ്ഞു. പോത്തന്നൂർ മുതൽ മംഗളൂരു വരെയുള്ള ഡിവിഷനിലെ 800 കിലോമീറ്റർ യാത്രാപാതയിലെ ഭൂരിഭാഗം സ്ലീപ്പറുകളും മാറ്റി സ്ഥാപിച്ചു. ഭാരതപ്പുഴ പാലത്തിൽ പാലക്കാട് തിരുവനന്തപുരം പാലക്കാട് ഭാഗത്തെ മുഴുവൻ ഗർഡറുകളുമാണ് മാറ്റിയത്. യഥാക്രമം 1980, 1934 വർഷങ്ങളിലാണ് ഇവ നിർമ്മിച്ചത്. നേരത്തെ ട്രെയിൻ ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടർച്ചയായി വീണതിനെ തുടർന്ന് ഗർഡറുകൾ തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിരുന്നു. ശരാശരി ഒരു സീസണിൽ കൂടി മാത്രം ട്രെയിൻ ഓടാനുള്ള ബലമേ ഇവയ്ക്കുള്ളൂവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അടിയന്തരമായി നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി 2 മാസത്തോളം ട്രെയിൻ സർവീസുകൾക്ക് വ്യാപക നിയന്ത്രണം ഏർപ്പെടുത്തി. ട്രെയിനുകളുടെ വേഗവർധനയും കൂടുതൽ സുരക്ഷയും ഉറപ്പാക്കുന്ന H-ബീം സ്ലീപ്പറുകളാണ് പാലത്തിൽ സ്ഥാപിച്ചത്. ഇവയ്ക്ക് കൂടുതൽ വർഷം ഈടുണ്ടാകും. 20 കോടി രൂപയാണ് മൊത്തം ചെലവ്. കൂടുതൽ ഭാരം താങ്ങുന്ന പുതിയ ഇനം സ്ലീപ്പറുകളാണ് ട്രാക്ക് നവീകരണത്തിന് ഉപയോഗിക്കുന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് ട്രാക്ക് താറുമാറായ കഞ്ചിക്കോടിനും വാളയാറിനും ഇടയിൽ 3 പാലങ്ങളുടെ പുനർനിർമ്മാണവും മധുക്കരയ്ക്ക് സമീപത്തെ ആനകൾക്കുള്ള അടിപ്പാതയും നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ശേഷിക്കുന്ന നിർമ്മാണം കാലവർഷത്തിന് ശേഷം നടത്തും. ഇനി അല്പം ആരോഗ്യം. ഉദാസീനമായ ജീവിതശൈലി വിവിധ വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നു. അതിലൊന്നാണ് കിഡ്നി സ്റ്റോൺ. വൃക്കകളിലെ മൂത്രവാഹിനി കുഴലിലോ മൂത്രസഞ്ചിയിലോ കാണപ്പെടുന്ന കട്ടിയേറിയ വസ്തുക്കളെയാണ് കല്ലുകൾ എന്ന് പൊതുവെ പറയുന്നത്. ചെറിയ പരലുകളാണെങ്കിൽ അവ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും. മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന, ഓക്കാനം, ഛർദി, പനി, വിറയൽ, പതിവിലും കൂടുതൽ മൂത്രമൊഴിക്കൽ എന്നിവ വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണമാണ്. വൃക്കയിലെ കല്ല് വാരിയെല്ലുകൾക്ക് താഴെയും പുറകിലും വശത്തും കഠിനമായ വേദനയ്ക്ക് കാരണമാകും. കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വൃക്കയിൽ കല്ലുള്ളവർ ഒഴിവാക്കേണ്ട 3 പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഇവയാണ്: സോഡകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഡെലി മീറ്റ്സ് എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കണം. ദിവസവും ഒരു സോഡ കുടിക്കുന്നവരിൽ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത 23% കൂടുതലാണെന്ന് അടുത്തിടെ നടത്തിയ പഠനത്തിൽ പറയുന്നു. കൂടാതെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് പൊണ്ണത്തടിക്കും ഇൻസുലിൻ പ്രതിരോധത്തിനും ഇടയാക്കും. ഇത് വൃക്കയിലെ കല്ലുകൾക്കുള്ള അപകട ഘടകങ്ങളാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ ഉയർന്ന അളവിൽ ഓക്സലേറ്റുകൾ അടങ്ങിയിരിക്കും.
ഇത് മൂത്രത്തിൽ കാൽഷ്യവുമായി ബന്ധിപ്പിച്ച് കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാക്കുന്നു. ഉയർന്ന സോഡിയം അടങ്ങിയ ഭക്ഷണക്രമം വൃക്കയിലെ കല്ലുകൾ വികസിപ്പിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കും. മിക്ക സംസ്കരിച്ച ഭക്ഷണങ്ങളിലും ഉപ്പും പഞ്ചസാരയും കൂടുതലാണ്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പക്ഷിപ്പനി ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം പതാക ദിനം ആചരിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കൂടുതൽ ഗ്രാൻഡ് ആകും. കാലികളെ പിടിച്ചുകെട്ടാൻ ജീവനക്കാരില്ല. പാലക്കാട് നഗരത്തിൽ പദ്ധതി അനിശ്ചിതാവസ്ഥയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.